ആ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒട്ടും ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ലല്ലോ. സമസ്ത അങ്ങനെ ഉറച്ചു നിൽക്കുക എന്നൊക്കെ പറയുന്ന ചോദ്യത്തിന് തന്നെ അന്നും പ്രസക്തിയില്ല, ഇന്നും പ്രസക്തിയില്ല. കാരണം അത് സമസ്ത അങ്ങനെ അതിൽ ഇറങ്ങിയിട്ടില്ലല്ലോ. സമസ്ത തിരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്ന ഒരു സംഘടന അല്ലല്ലോ. അതുകൊണ്ട് ആ പേരൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമസ്തയുമായിട്ട് ബന്ധപ്പെട്ടതല്ലല്ലോ. പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ വലിയ വിജയം നേടിയിരിക്കുകയാണ് അബ്ദുൽ സമദ് സമദാനി, മുസ്ലിം ലീഗ്, UDF. ഇപ്പോൾ നമ്മുടെ സമദാനി സാഹിബ് തന്നെ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. ഇത്തരത്തിലുള്ളൊരു വലിയ വിജയം പ്രതീക്ഷിച്ചതാണ്. ഇത്ര വലിയൊരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചു എന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ടുള്ള വളരെ വലിയൊരു വിജയമാണ് നാട്ടുകാരായ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞിരുന്നൊരു മഹത്തായ വിജയം നമ്മുടെ നാട്ടുകാർ നൽകുമെന്ന് പറഞ്ഞിരുന്നു. മഹത്തായ വിജയം തന്നെയായി അത്. ചരിത്രത്തിൽ തന്നെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പൊന്നാനിയുടെ ചരിത്രത്തിലൊരു വലിയൊരു തുടക്കം, ഈ അർത്ഥത്തിലുള്ളൊരു തുടക്കം. അതായത് ഒരു പുതിയ അധ്യായം. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ റെക്കോർഡുകളൊക്കെ മുന്നിൽ കടന്നുകൊണ്ടുള്ള ഒരു അധ്യായം രചിച്ചത് ജനങ്ങളാണ്, അവരുടെ വിജയമാണ്. അതിൻ്റെ ഒരു വല്ലാത്തൊരു ജനങ്ങൾ കാണിച്ചൊരു വലിയ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. അതിന് വളരെ വികാരാധീനനാക്കുന്ന ഒരു വിജയമാണ്. UDFൻ്റെ തന്നെ മുസ്ലിം ലീഗിൻ്റെ തന്നെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്തേക്കാണ് മണ്ഡലങ്ങളിൽ നിന്നൊക്കെയുള്ള ഭൂരിപക്ഷം വന്നിരിക്കുന്നത്. നമ്മൾ UDFൻ്റെ യോഗം ചേർന്നിരുന്നു. നമ്മൾ കൺവീനർ ഇവിടെ ഉണ്ട്, അഷ്റഫ് കോക്കൂർ. അതുപോലെ നമ്മളെ നേതാക്കളൊക്കെ ഓരോ സമയത്തും കൂടിയിരുന്നപ്പോഴും ഓരോ മണ്ഡലത്തിൽ നിന്നുള്ള കണക്കെടുത്തപ്പോഴൊക്കെ ആ കണക്ക് ഇങ്ങോട്ട് എത്തിയിരുന്നില്ല. അത് സ്വാഭാവികമാണ്. നമ്മൾ അന്നത്തെ അവിടുത്തെ ഒരു ഘടനയും പൊന്നാനിയുടെ ചില ചിത്രമുണ്ടല്ലോ, പിന്നെ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പിക്ചറുണ്ട്. ആ രാഷ്ട്രീയ ചിത്രമൊക്കെ വെച്ച് നോക്കിയിട്ട് നമ്മളൊരു കാൽക്കുലേഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ ഇത്രത്തോളം നമ്മളെ കണക്കുകൂട്ടലുകൾ എത്തിയിരുന്നില്ല. നമ്മളെ സമർപ്പിച്ച ഓരോ പ്രദേശത്തു നിന്നും വന്ന കണക്കൊക്കെ വെച്ചിട്ട് പല കണക്കും പറഞ്ഞിരുന്നു, വലിയ കണക്കൊക്കെ പറഞ്ഞിരുന്നു. ആ വലിയ കണക്ക് പോലും അതിനെ മറികടക്കുന്ന വിജയമുണ്ടായി. നാട്ടുകാർ വളരെ സർവാത്മന നിർലോഭം എല്ലാവരും വളരെ മനസ്സോടെ ഒരു വലിയ മനസ്സ് കാണിച്ചു, ഒരു സ്നേഹ മനസ്സ് കാണിച്ചു. പൊന്നാനിയുടെ ഒരു സ്നേഹ മനസ്സ്. പിന്നെ രാഷ്ട്രീയമായിട്ട് ആളുകൾ വളരെ പ്രബുദ്ധരാണ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവർക്കറിയാം. പല രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പ്രചാരണങ്ങളൊക്കെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം അപ്രസക്തമാണ് എന്ന് ജനങ്ങൾ തെളിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്നും നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും. നമ്മളിങ്ങനെ ഈ കാര്യങ്ങളെപ്പറ്റി പറയും. അതൊന്നുമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ദേശീയ മാനമുള്ള തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ റിസൾട്ട് ഡൽഹിയിലേക്കാണ്, കേന്ദ്രമാണ്, ഭരണമാറ്റമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ആ പിക്ചറിൽ ഈ രാജ്യത്താകെ അത് പ്രകടമാണല്ലോ. പൊന്നാനിക്കാരതിൻ്റെ ആ പ്രബുദ്ധതയിൽ ഒരു കാലത്തും പുറകോട്ട് പോയിട്ടില്ല. അവർക്കതറിയാം. അതുകൊണ്ട് ആ അവഗണിക്കേണ്ടതിനെ വളരെ ശക്തമായിട്ട് തന്നെ അവഗണിച്ചു. പരിഗണിക്കേണ്ടതിനെ അവർ പരിഗണിച്ചു. അത് ജനമനസ്സാണ്, ജനങ്ങളുടെ വിവേകമാണ്, അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വളരെ പുരോഗമന ബോധമാണ്. അതൊക്കെ ഉണ്ട്. അതോടൊപ്പം നാട്ടുകാർ ഞാൻ ആ നാട്ടിലെ ഒരാളെന്ന നിലയ്ക്ക് അത് പറയാതിരിക്കാൻ വയ്യ, ഒരു വലിയ സ്നേഹ മനസ്സാണ്. പൊന്നാനി എല്ലാ കാലത്തും CPMൻ്റെ ഒരു പരീക്ഷണ മണ്ഡലമാണ്. ഇത്തവണ ഒരു മുസ്ലിം ലീഗുകാരനായിരുന്നു എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടായിരുന്നത്. മാത്രമല്ല പല അഭ്യൂഹങ്ങളൊക്കെ പറഞ്ഞിരുന്നു. മുസ്ലിം ലീഗിലെ ചില അസംതൃപ്തരുണ്ട്, അവരുടെ വോട്ട് ലഭിക്കും, സമസ്തയിൽ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ലഭിക്കും എന്നൊക്കെ. സമസ്തയ്ക്ക് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ ഒപ്പം ഉറച്ചു നിന്നു. ആ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒട്ടും ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ലല്ലോ. സമസ്ത അങ്ങനെ ഉറച്ചു നിൽക്കുക എന്നൊക്കെ പറയുന്ന ചോദ്യത്തിന് തന്നെ അന്നും പ്രസക്തിയില്ല, ഇന്നും പ്രസക്തിയില്ല. കാരണം അത് സമസ്ത അങ്ങനെ അതിൽ ഇറങ്ങിയിട്ടില്ലല്ലോ. സമസ്ത തിരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്ന ഒരു സംഘടന അല്ലല്ലോ. അതുകൊണ്ട് ആ പേരൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമസ്തയുമായിട്ട് ബന്ധപ്പെട്ടതല്ലല്ലോ. ആ പേര് ഉപയോഗപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങൾ നടന്നു കാണണം, നടന്നിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതാണല്ലോ ഇപ്പോൾ ഈ ഇത്രയും ബാലിശമെന്ന തോതിൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് അപ്രസക്തമാണ്. അന്ന് അപ്രസക്തമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അതുപോലെ പറയുന്നു. അത്തരം സംഗതികൾ അപ്രസക്തമാണ്. ജനങ്ങൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്, പാർട്ടികൾക്കൊക്കെ നല്ലത്. കാരണം അത് ജനങ്ങൾ വളരെ സീരിയസ് ആയി എടുക്കുന്ന ഒരു കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ രാഷ്ട്രീയമായി വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. ആ സീരിയസ്നെസ് അവരോട് വോട്ട് ചോദിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കുമൊക്കെ ഉണ്ടാവണമല്ലോ. നമ്മൾ ആ സീരിയസ്നെസ്സിന് അനുസരിച്ചാണ് ജനങ്ങളെ സമീപിച്ചത്. അതാണ് ജനങ്ങളോട് പറഞ്ഞത്.
അപ്പോൾ ജനങ്ങളുടെ മനസ്സിലുള്ളത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അവരാഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യ എന്താകണം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം. അതാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ. ഇപ്പോൾ രാജ്യവ്യാപകമായ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഡൽഹിയിലേക്കാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിനെ ആരെങ്കിലും താഴ്ത്താൻ ശ്രമിച്ചാൽ ജനങ്ങളത് അനുവദിക്കില്ല. അത് ആ മാനത്ത് തന്നെ നിൽക്കണം എന്ന ജനവികാരത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. പൊന്നാനിയിലെ റിസൾട്ട് അല്ലെ, വീണ്ടും അതിലേക്ക് എന്തിനാണ് പോണത്? അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. അത് എന്തിനാണ് അങ്ങനെ പോണത്? അതിൻ്റെ ഇല്ലല്ല, ഞാനത് പറഞ്ഞു കഴിഞ്ഞല്ലോ. നമ്മൾ ആ സാധനം തന്നെ അതിങ്ങനെ പിന്നെ ആവർത്തിച്ച് നമ്മളൊരു സമസ്ത പോലുള്ള ഒരു ബഹുമാനപ്പെട്ട പ്രസ്ഥാനത്തെ ഈ ചർച്ചയിലേക്ക് എന്തിനാണ്, രാഷ്ട്രീയ ചർച്ചയിലേക്ക് നമ്മൾ ഒരു കാലത്തും അതിനെ വലിച്ചയച്ചിട്ടില്ല. അത് സമസ്ത നിൽക്കുന്നത് സമസ്തയുടെ ഒരു ഗൗരവത്തിലും അതിൻ്റേതായൊരു ബഹുമാനത അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമ്മൾ അതിനെവിടെ ഇതല്ല. അത് ആരാണോ അങ്ങനെ ആരെങ്കിലും വലിച്ചയക്കാൻ ഉദ്ദേശിച്ചില്ല അവരെ പോലെ നമ്മളും ആവണോ? നമ്മളതായില്ല, അന്നായില്ല, ഇനി അന്നാവാത്ത നമ്മളിപ്പോൾ ഒരിക്കലും ആവില്ലല്ലോ. അന്നും നമ്മളായില്ല. നമ്മൾ അതിൻ്റേതായ രീതിയിൽ നിൽക്കട്ടെ. പാർട്ടി വോട്ടുകൾക്കപ്പുറത്ത് മറ്റു വോട്ടുകൾ കൂടി താങ്കൾക്ക് നേടാൻ കഴിഞ്ഞെന്ന് തോന്നുന്നു. അല്ല, അതിപ്പോൾ നാട്ടുകാർ നമുക്ക് വലിയൊരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു വോട്ടാണല്ലോ നൽകിയിട്ടുള്ളത്. അപ്പോൾ ജനമനസ്സിൻ്റെ ഒരു സ്നേഹം എന്ന് പറയുമ്പോൾ ഞാനവിടെ ജനിച്ച് വളർന്ന ഒരാൾ, അവിടെ തന്നെ പ്രവർത്തിച്ച ആൾ, അവിടുന്ന് തന്നെയാണ് ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ചേച്ചി ഇവിടുന്ന് തന്നെ. ഇതിപ്പോൾ നമ്മുടെ നാടാണല്ലോ. ഇതിപ്പോൾ പൊന്നാനി മണ്ഡലമാണ്, കോട്ടക്കലാണ്. അപ്പോൾ അതേമാതിരി ഇവിടുന്നാണ് MLA ആയത്. അപ്പോൾ ഇവിടെ പ്രവർത്തിച്ചതാണ് നമ്മുടെ ജനങ്ങൾ. ഞാൻ ഇപ്പോൾ സ്കൂളിൽ പോയ നാട്, അതുപോലുള്ള പിന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ജനങ്ങളുടെ മുമ്പിൽ. ഞാനിപ്പോൾ ഇന്ന് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇറങ്ങിയതല്ല. എൻ്റെ പ്രവർത്തനം ജനങ്ങളുടെ മുമ്പിലുണ്ട്. എൻ്റെ പൊതുപ്രവർത്തനം മുഴുവനുണ്ട്. MLA എന്ന നിലയ്ക്ക് ഞാൻ പ്രവർത്തിച്ചത് ജനങ്ങൾ അടുത്തുനിന്ന് നോക്കി കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഫലങ്ങളും അഭിമാനത്തോടെ ചാരിതാർത്ഥ്യത്തോടെ ഓർക്കാം. ഇപ്പോഴും നാട്ടിൽ നിലനിൽക്കുന്ന സൽഫലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 2.5 കൊല്ലത്തെ എൻ്റെ മലപ്പുറത്തെ ലോക്സഭ പ്രവർത്തനത്തിൻ്റെ അവിടെ മണ്ഡലത്തിലും സഭയിലൊക്കെ ഉള്ള പ്രവർത്തനമുണ്ട്. പിന്നെ നാട്ടുകാർ ഒരു വലിയ സ്നേഹം കാണിച്ചു. അപ്പോൾ ഇതൊക്കെ അവർ വിലയിരുത്തുന്നുണ്ട്. ജനങ്ങൾ വളരെ എല്ലാം വിലയിരുത്തുന്നുണ്ട്. ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ്. ജനങ്ങൾ വളരെ ബോധവാന്മാരാണ്, ബോധവതികളാണ്. അതനുസരിച്ച് അവർ വോട്ട് ചെയ്തു. ഈ പൊന്നാനിയിൽ നമ്മൾ കണ്ട ഒരു രംഗം എല്ലാവരും പറയായിരുന്നു, മാധ്യമങ്ങളൊക്കെ, ഈ കുട്ടികൾക്ക് വോട്ടവകാശമില്ലല്ലോ, പക്ഷെ അവർ ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ഒരു ഒഴുക്കായിട്ട് വന്നിരുന്നു. കൂട്ടത്തോടെ വരികയായിരുന്നു, വളരെ സന്തോഷത്തോടു കൂടി. അതൊക്കെ അതിലൊരു അടയാളം ഉണ്ടല്ലോ. അതിലൊരു അടയാളമുണ്ട്. അതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളുണ്ട്. നാളത്തെ തലമുറയാണല്ലോ അത്. നാളത്തെ രാഷ്ട്രീയവും നാളത്തെ സമൂഹവും നാളത്തെ രാഷ്ട്രവും ഒക്കെ അവരുടെ കയ്യിലാണല്ലോ. അങ്ങനെ എല്ലാ വിഭാഗം ആബാലവൃദ്ധം ജനങ്ങൾ എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു വലിയ സർവാത്മന അവർ വലിയ ഒരു സ്നേഹം കാണിച്ചു, ഹൃദയത്തിൽ വെച്ചു. ജനങ്ങൾ ഹൃദയത്തിൽ വെച്ചു എന്നെനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. അത് ഞാനും തിരിച്ച് ഹൃദയത്തിൽ വെക്കുന്നു. അത് നമ്മുടെ പൊതുജീവിതത്തിലും ഒക്കെ നോക്കുമ്പോൾ, നമ്മുടെ ഈ പൊതുപ്രവർത്തനത്തിലൊക്കെ നോക്കുമ്പോൾ നമ്മളെ അഭിമാനം കൊള്ളിക്കുന്നു എന്നതിനേക്കാളേറെ എന്നെ വികാരാധീനനാക്കുന്ന ഒരു വിജയമാണ് നമ്മുടെ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. പൊന്നാനിയിൽ ഒപ്പം തന്നെ കേരളത്തിലുടനീളം UDF വലിയൊരു വിജയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനെയാണ് നോക്കിയാണ് വളരെ അതൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അതൊരുപാട് കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടല്ലോ. ഞാനീ പറഞ്ഞത് തന്നെയാണ്. ജനങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട്. ജനങ്ങൾ കേന്ദ്രം, കേരളം, ഭരണകൂടങ്ങളെ, അവരുടെ പ്രവർത്തനങ്ങളെ ഒക്കെ വിലയിരുത്തുന്നുണ്ടല്ലോ. അത് വിലയിരുത്തിക്കൊണ്ടുള്ള ജനമനസ്സിൻ്റെ അവർക്ക് കിട്ടുന്ന അവസരമാണത്. ജനങ്ങൾക്കിത് പറയാൻ കിട്ടുന്ന സാധാരണക്കാർക്കൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ എതിർപ്പാണെങ്കിൽ എതിർപ്പ്, അനുകൂലമാണെങ്കിൽ അനുകൂലമായിട്ടുള്ള മനസ്സ് പ്രകടിപ്പിക്കാൻ കിട്ടുന്ന വേളയാണ് സമ്മതിദാനാവകാശ വിനിയോഗ വേള. അതവർ ഭംഗിയായിട്ട് നിറവേറ്റുന്നു. കേരളത്തിൽ UDF വരുന്നുള്ള അന്നേ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾക്ക് UDFൻ്റെ നേതാക്കളും പ്രവർത്തകരൊക്കെ ജനങ്ങളുടെ മുന്നിൽ, കാരണം ജനങ്ങളുടെ പ്രതീക്ഷ UDF ആണ്. UDF ഒരു കേരളത്തിന് ചേർന്ന് നിൽക്കുന്ന, കേരളത്തിൻ്റെ പ്രകൃതത്തോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന, കേരളത്തിൽ വികസനവും സമാധാനവും സൗഹൃദവും മൈത്രിയും ഒക്കെ എല്ലായ്പ്പോഴും നിലനിർത്താനും പരിരക്ഷിക്കാനും ഒക്കെ നേതൃത്വം കൊടുത്ത UDF ആണ്. ആ UDFനെ തന്നെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ജനങ്ങൾ UDFനെയാണ് പ്രതീക്ഷിക്കുന്നതും. അതും കൂടി നല്ല ചുവരെഴുത്ത്, ശക്തമായിട്ടുള്ള അതിൻ്റെ ചുവരെഴുത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനം നൽകിയിട്ടുണ്ട്.
എല്ലാവിധ ആശംസകളും നിയുക്ത Thank you. എംപിക്ക്. ഏതായാലും അദ്ദേഹം വളരെ സന്തോഷത്തിലാണ്. കാരണം പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭൂരിപക്ഷത്തിൽ, ചരിത്ര ഭൂരിപക്ഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, ചരിത്ര ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചു കയറിയത്. അപ്പം പാർട്ടിയുടെ പ്രവർത്തകരുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തുകയാണ്. ഏതായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. VB തടത്തിലിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.